നമസ്കാരം. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന വ്യാപകമായി പെർമിറ്റ് നൽകാനുള്ള തീരുമാനത്തെ എതിർത്ത് CITU സംസ്ഥാന ഘടകം. ജില്ലാ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ പോകാൻ മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത്. 30 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള അനുമതിയാണ് ആവശ്യപ്പെട്ടതെന്നും CITU പറഞ്ഞു. CITU ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ മാടായി ഏരിയ കമ്മിറ്റിയുടെ അപേക്ഷ പ്രകാരമാണ് സംസ്ഥാന ഗതാഗത അതോറിറ്റി തീരുമാനമെടുത്തത്. പിന്നാലെ ഉത്തരവും പുറത്തിറക്കിയിരുന്നു. എന്നാൽ തീരുമാനം പിൻവലിക്കണമെന്ന നിലപാടിലാണ് CITU സംസ്ഥാന നേതൃത്വം. സ്റ്റേറ്റ് പെർമിറ്റ് ആക്കിയാൽ അപകട സാധ്യത കൂടും, മറ്റു തൊഴിലാളികളുമായി സംഘർഷത്തിനും സാധ്യതയുണ്ട്. ഉത്തരവ് പിൻവലിക്കണമെന്നും കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സംഘടന ഗതാഗത കമ്മീഷണർക്ക് നിവേദനം നൽകി. സംസ്ഥാന കമ്മിറ്റി പെർമിറ്റ് നൽകാൻ അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പ്രാദേശികമായി ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ പ്രതികരിച്ചു. അപകട നിരക്ക് കൂട്ടുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് തള്ളിയാണ് അതോറിറ്റി തീരുമാനമെടുത്തതെന്നും CITU സംസ്ഥാന ഘടകം ചൂണ്ടിക്കാട്ടുന്നു. പുതിയ തീരുമാനപ്രകാരം ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് എവിടെയും ഇനി ഓടാൻ കഴിയും. ഓട്ടോയ്ക്കും ഇനി സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് ആകും. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഈ ഒരു തീരുമാനം. CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദവും തുണയായിരുന്നു. ഓട്ടോറിക്ഷ മേഖലയിലെ അപേക്ഷ പരിഗണിച്ചാണ് STA യോഗ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയത്. നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾ ഓടാൻ പെർമിറ്റ് ലഭിക്കുന്നത്. ഇതോടൊപ്പം സമീപ ജില്ലയിൽ 20 കിലോമീറ്റർ ദൂരം കൂടി ഓടാം എന്ന വാക്കാലുള്ള അനുമതിയും. സാങ്കേതിക സൗകര്യം ഒട്ടുമില്ലാത്ത പഴയകാല ഓട്ടോറിക്ഷകൾ നിരത്തിലുണ്ടായിരുന്ന കാലത്താണ് പെർമിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയത്. ഇത് കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. പെർമിറ്റ് കൂടുതൽ ഉദാരമാകുന്നതോടെ ദീർഘദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ ലഭിക്കുമെന്നതാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ള പ്രതീക്ഷ. ഇപ്പോഴുള്ള ഓട്ടോകളെല്ലാം അത്യാധുനിക സംവിധാനങ്ങളുള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ പെർമിറ്റ് സംസ്ഥാന അടിസ്ഥാനത്തിലാക്കണമെന്നുമായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. പഴയകാല ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറുടെ സീറ്റിന് താഴെയാണ് എഞ്ചിൻ. 1 മണിക്കൂർ ഓടുമ്പോഴേക്കും എഞ്ചിൻ ചൂടാവുകയും വാഹനം നിർത്തിയിടേണ്ടി വരികയും ചെയ്യും. ഈ സാഹചര്യത്തിലായിരുന്നു അന്ന് അതത് ജില്ലകളിൽ പെർമിറ്റ് പരിമിതപ്പെടുത്തിയത്. ഇപ്പോഴിറങ്ങുന്ന ഓട്ടോകൾ തുടർച്ചയായി 8 മണിക്കൂർ വരെ ഓടിക്കാൻ കഴിയും. ഇത് പരിഗണിച്ചാണ് തീരുമാനം. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഈ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇവർക്കും ജില്ലകളിൽ മാത്രമാണ് ഓടാൻ അനുമതിയുണ്ടായിരുന്നത്. ഔദ്യോഗിക അജണ്ടയായിട്ടാണ് വിഷയം STA യോഗത്തിലെത്തിയത്. അതുകൊണ്ട് മറ്റ് എതിർപ്പുകളില്ലെങ്കിൽ പാസ്സാക്കാൻ അവർക്കായി. അങ്ങനെ കേരളത്തിലെ വാഹന മേഖലയിലെ അതിസുപ്രധാനമായ തീരുമാനം എത്തുകയായിരുന്നു. അതോറിറ്റി യോഗത്തിൽ വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു. അപകടം കൂടുമെന്നതായിരുന്നു പ്രധാന എതിർപ്പ്. എന്നാൽ ഇത് അതോറിറ്റി അംഗീകരിച്ചില്ല. മറിച്ച് ഓട്ടോ തൊഴിലാളികൾക്ക് ഗുണകരമായ തീരുമാനം അവരെടുക്കുകയും ചെയ്തു.